ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? എഗ് ബീട്രൂട്ട് ചീസി കട്ട്ലൈറ്റ്. അതിനാദ്യമായി നല്ലൊരു വലിയ 2 സബോള അരിഞ്ഞത്, 1 സ്പൂൺ മുഴുവനായിട്ടെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുഴുങ്ങി വെച്ച മുട്ട ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അരിഞ്ഞത്, പിന്നെ ചീസ്, പിന്നെ മുട്ടയുടെ കൂട്ട് നല്ല എരിവിനായിട്ട് പച്ചമുളക്, പിന്നെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി ബ്രെഡ് ക്രംസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് മേടിച്ച് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന ബീട്രൂട്ടും പൊട്ടറ്റോയും കുഴച്ചത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം 2 സ്പൂൺ നിറയെ എണ്ണ ഒഴിക്കുക, ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ എന്ത് വേണേലും ചേർക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക. അത് നന്നായി മൊരിയുന്നത് വരെ നമ്മൾ വഴട്ടിക്കൊണ്ട് ഇരിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറിയെന്നറിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് ഇതുപോലെ തന്നെ നന്നായി വഴറ്റിക്കൊണ്ടേയിരിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി നിറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്കിനി സബോള ഇടാം. സബോള ഇട്ട് നന്നായി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ലേശം ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ബീട്രൂട്ടിലും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. അപ്പോൾ ആ ഉപ്പെല്ലാം നോക്കി നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായി മൊരിയിച്ചെടുക്കുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ആകെ 2 പൊടികളാണ്. ഒന്ന് ഗരം മസാലയും പെപ്പർ പൗഡറും. ഇത് രണ്ടും കുറേശ്ശെ ചേർക്കുക. ഞാനിവിടെ ആകെ ചെറിയ 2 സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്, ഓവറായിട്ട് എടുത്തിട്ടില്ല. അത് രണ്ടും ചേർത്ത് നന്നായി ഇളക്കി നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയെന്നറിയുന്നത് വരെ അത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പുഴുങ്ങി അരിഞ്ഞു വെച്ച മുട്ടയാണ്. അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാലും മതി, അതാകുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. മസാല വേഗം കയറി പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് നല്ല പോലെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കുക. വഴറ്റും തോറും ആ മുട്ടയ്ക്കകത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച മസാല ആ മുട്ടയിൽ നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട മസാലയ്ക്കകത്തായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചേർക്കുന്നത്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക.
ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മസാല നന്നായി ചൂടാറുന്നത് വരെ അതിൽ വെച്ചതിന് ശേഷം ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ച് നല്ലൊരു പാത്രത്തിലേക്ക് ഒന്ന് ഉരുളയാക്കി മാറ്റി വെക്കുക. ചപ്പാത്തിയുടെ ഉരുളയാക്കി മാറ്റി വെച്ചതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ചീസ്. നിങ്ങൾക്ക് ചീസ് ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടയാക്കി വെച്ചതാണ്. അതാണ് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെ ഉരുട്ടി കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ മുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി തന്നെ മസാലയിലെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇതിൽ വരുന്നില്ല. മുട്ട നന്നായി അടിച്ചെടുത്തതിന് ശേഷം കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ ഓരോന്നായിട്ട് പാത്രത്തിൽ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കട്ട്ലേറ്റുകളെല്ലാം നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇതെല്ലാം ചൂട് പാനിൽ എണ്ണ ഒഴിച്ച് നമുക്കിത് മൊത്തം നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചൂട് ക്രിസ്പി ആയിട്ടുള്ള എഗ് ചീസി ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഇത് വീട്ടിൽ ഒരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനിയും ഇതുപോലത്തെ പുതിയ നല്ല റെസിപ്പീസായിട്ട് നമ്മൾ ഇനിയും കാണുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.